ഹായ്, മാഗസിന്റെ കവർ പേജും അതിലെ ഓരോ പേജുകളും ഡിസൈൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള പേജുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്ക്രൈബസ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രൈബസിന്റെ പ്രാക്ടിക്കൽ മാത്രം പഠിച്ചാൽ പോരാലോ, ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തിയറിയും ചോദിക്കില്ലേ? അപ്പോൾ അങ്ങനെ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് തിയറി ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിയാലോ? It's me Darshit. Today we are discussing SSLC IT Chapter 2. Let's prepare a newspaper. പത്രത്താളൊരുക്കാം. Most important theory questions and answers. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. The process of designing and publishing newspapers, magazine, books, etc. using specialized software is known as. പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പത്രങ്ങൾ, മാസികകൾ, പുസ്തകങ്ങൾ തുടങ്ങിയവ രൂപകൽപ്പന ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും പബ്ലിഷ് നമുക്ക് ചെയ്യാൻ പറ്റും, പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഡിസൈൻ ചെയ്യുക, അതേപോലെ തന്നെ മാഗസിന്റെ കവറുകളൊക്കെ അല്ലെ പേജുകളൊക്കെ ഡിസൈൻ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് ആണോ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണോ, പ്രസന്റേഷൻ ആണോ, സ്പ്രെഡ്ഷീറ്റ് ആണോ? റൈറ്റ് ആൻസർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. DTP എന്നതിന്റെ ഫുൾ ഫോം കൂടിയാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. സോ മറന്നു പോകരുത്. ചിലപ്പോൾ നിങ്ങളോട് DTP ഫുൾ ഫോം ആയിട്ട് ചോദിക്കും. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ പറഞ്ഞത്. താഴെ പറയുന്നവയിൽ ജനപ്രിയമായ ഒരു ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോപ്പുലർ ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ? കുറെ സോഫ്റ്റ്വെയർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിബ്രിയോഫീസ് റൈറ്റർ, അഡോബ് ഫോട്ടോഷോപ്പ്, സ്ക്രൈബസ്, ജിംബ്. ഇതിലേ പറഞ്ഞിരിക്കുന്ന ബാക്കി 3 ഉണ്ടല്ലോ, ഇതൊന്നും തന്നെ DTP സോഫ്റ്റ്വെയർസ് അല്ല. ഇതിൽ ആകെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ സ്ക്രൈബസ് ആണ് DTP സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു DTP സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു DTP സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് മാഗസിനുകൾ അതേപോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ ഒക്കെ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്ക്രൈബസ് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് സ്ക്രൈബസിനെ പറ്റിയാണ്. എന്നൊരു സംശയം ഉണ്ടാവും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഈ സ്ക്രൈബസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി മാത്രമേ ചോദിക്കൂ? വേറെ ചോദ്യങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് ഈ ഒരു സ്ലൈഡ് പഠിച്ചാൽ മതി. അതായത് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സോഫ്റ്റ്വെയർസിന്റെ പേര് തന്നുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അതിലേത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഈ സ്ലൈഡ് പഠിക്കുക. DTP സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ഈ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പേരുകൾ തന്നെയായിരിക്കും ഓപ്ഷൻസ് ആയിട്ട് തരാൻ ചാൻസ് ഉള്ളത്. ലാടെക്, അഡോബ് ഇൻഡിസൈൻ, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ആൻഡ് ക്വാർക്ക് എക്സ്പ്രസ്. അതിന് തന്നെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഡോബ് ഇൻഡിസൈൻ, ലാടെക്, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ക്വാർക്ക് എക്സ്പ്രസ് ഇതൊക്കെ തന്നെ DTP സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർസിന്റെ പേര് തന്നിട്ട് ചിലപ്പോൾ ക്രിറ്റ, ജിംബൊക്കെ തന്നിട്ട് അതിന്റെ ഇടയിൽ ഇതിൽ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് DTP സോഫ്റ്റ്വെയർ. ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ DTP സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സ്ക്രൈബസും ഇതിൽ വരും. മികച്ചൊരു സ്വതന്ത്ര ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൈബസ് ഈസ് എ പോപ്പുലർ ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ. പോപ്പുലർ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൈബസ്. ഓക്കെ, which tool is used to create shapes like square or rectangle in Scribus? സ്ക്രൈബസിന്റെ അകത്ത് സ്ക്വയർ, റെക്ടാംഗിൾ ഒക്കെ തന്നെ ചതുരങ്ങളും അതേപോലെ ദീർഘചതുരം ഒക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഉത്തരം കിട്ടൂലേ? സിമ്പിൾ ആയിട്ട് കിട്ടും. ടെക്സ്റ്റ് ഫ്രെയിം ആണോ, ഷേപ്പ് ടൂൾ ആണോ, ഇമേജ് ഫ്രെയിം ആണോ, സ്റ്റാർ ടൂൾ ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഷേപ്പ് ടൂൾ ആണ്. ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഷേപ്പുകൾ വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ചതുരായാലും ദീർഘചതുരായാലും റെക്ടാംഗിൾ ആയാലും സ്ക്വയർ ആയാലും ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാം. നമ്മൾ വരച്ചിട്ടുണ്ട്. Next, additional settings related to an object's size and position can be found in which window? ഒരു ഒബ്ജക്റ്റിന്റെ വലിപ്പവും സ്ഥാനവും ക്രമീകരിക്കാൻ അധിക സൗകര്യങ്ങൾ ലഭിക്കുന്ന വിൻഡോ ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈറ്റിൽ ബാർ ആണോ, മെനു ബാർ ആണോ, പ്രോപ്പർട്ടീസ് വിൻഡോ ആണോ, ടൂൾ ബാർ ആണോ? ശരിയായിട്ടുള്ള ആൻസർ പ്രോപ്പർട്ടീസ് വിൻഡോ. പ്രോപ്പർട്ടീസ് വിൻഡോ കാണണോ? നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ള ഒരു വിൻഡോ ആണ്. ഈ ഒരു വിൻഡോ ആണ് പ്രോപ്പർട്ടീസ് വിൻഡോ. ഈ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോസ് നേരെയുള്ള പൊസിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. വൈപ്പോസ് കുത്തനെയുള്ള പൊസിഷൻസ് മുകളിലാക്കാം, താഴെയാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാം. വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, റൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ജസ്റ്റ് കാണിച്ചു തന്നു എന്ന് മാത്രം. ടു ഫ്ലിപ്പ് ആൻ ഒബ്ജക്ട് ഹൊറിസോണ്ടലി, ശ്രദ്ധിക്കേണ്ട കാര്യം ഹൊറിസോണ്ടലി, ആ വേർഡ് ഒന്ന് നോട്ട് ചെയ്യാം. ഹൊറിസോണ്ടലി വിച്ച് ടാബ് ഈസ് ദ പ്രോപ്പർട്ടീസ് വിൻഡോ ഷുഡ് ബി സെലക്ടഡ്? ഒരു ഒബ്ജക്റ്റിനെ തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട്
അതായത് ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടലായിട്ട് തിരിക്കാൻ പ്രോപ്പർട്ടീസ് വിൻഡോയിലെ ഏത് ടേബാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞുതരാം. ഈ ഒരു സ്ലൈഡ് നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ഹൊറിസോണ്ടലും പഠിക്കുന്നുണ്ട്, വെർട്ടിക്കലും പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്ട്, ഓക്കെ, ഇതൊരു ഒബ്ജക്ട്. ഈ ഒരു ഒബ്ജക്റ്റിനെ നേരെ എന്ത് ചെയ്തു, തിരിച്ചു. ഈ ഒരു ഭാഗം നേരെ ഈ രീതിയിൽ വരുന്നത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് അല്ലെ. ഹൊറിസോണ്ടലായിട്ട് തിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെയുണ്ട്. പ്രോപ്പർട്ടീസ് വിൻഡോയില് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐക്കൺ ഉണ്ട്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് തിരിക്കണ്ടെങ്കിലേ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് തിരിക്കാം. അതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട്, അതായത് ആദ്യം ഈ ഒരു ത്രികോണം, ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ മുകളിലോട്ടായിരുന്നു ഉണ്ടായത്, ഇതിനെ നേരെ വെർട്ടിക്കലായിട്ട് നമുക്ക് തിരിക്കണ്ടെങ്കിലേ ഈ രീതിയിലേക്ക് മാറ്റണ്ടെങ്കിലേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് ബട്ടൺ ഉള്ളത് XYZ എന്ന് പറയുന്ന ടാബിലാണ്. ഈ രീതിയിലുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്, ഇതിൽ എന്താണ് ക്ലിക്ക് ചെയ്തത്, ഈ രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താ? ഒബ്ജക്റ്റിനെ തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് തിരിക്കാൻ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഏത് ടേബിളാണ് അതിനുള്ള സൗകര്യം ഉള്ളത്? XYZ എന്ന് പറയുന്ന ടേബിളാണ് അതിനുള്ള സൗകര്യം ഉള്ളത്. ക്ലിയർ? Which option in the properties window is used to add a shadow to an object? ഒരു രൂപത്തിന് നിഴല് നൽകാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടും. ലൈൻ ടൂൾ ആണോ, ഡ്രോപ്പ് ഷേഡോ ആണോ, ട്രാൻസ്പെറൻസി ആണോ, ഗ്രൂപ്പ് ആണോ? ഡ്രോപ്പ് ഷേഡോ ആണ്. ഈ ഒരു ത്രികോണത്തിന് നമുക്ക് ഷാഡോ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു വൈറ്റ് ഷാഡോ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് ആയാലും ശരി, ഇനി ഡാർക്ക് ആയിട്ടുള്ള കളർ ആയാലും ശരി, അങ്ങനെയുള്ള ഒരു ഷാഡോ കൊടുക്കണ്ടെങ്കിൽ ഡ്രോപ്പ് ഷാഡോ ചൂസ് ചെയ്താൽ മതി. Which tool is essential for adding text to a page in Scribus? Scribusൽ ടെക്സ്റ്റ് ചേർക്കാൻ, ഒരു പേജിൽ ടെക്സ്റ്റ് ചേർക്കാൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? പോളിഗൺ ആണോ, ബേസിയർ കർവ് ആണോ, ടെക്സ്റ്റ് ഫ്രെയിം ആണോ, റൂളർ ആണോ? സിമ്പിൾ, ടെക്സ്റ്റ് ഫ്രെയിം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും, സമയം കളയുന്നില്ല. വാട്ട് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് ഇമേജ് ഇൻ സ്ക്രൈബസ്? സ്ക്രൈബസിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇമേജ് ഫ്രെയിം ആണോ, ന്യൂസ് ഫ്രെയിം ആണോ, കളർ പാലറ്റ് ആണോ, ബാർകോഡ് ഐക്കൺ ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ചോദ്യത്തിൽ ഇവിടെ ഈ ഓപ്ഷനിൽ തന്നെ ഉത്തരവുണ്ട്. ഇമേജ് ഫ്രെയിം ഇസ് ദ റൈറ്റ് ആൻസർ. ഇമേജ് ഫ്രെയിം നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യും, അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമേജസ് ആഡ് ചെയ്യുന്നത്. വേറെ ഒരു മാർഗം കൂടി ഉണ്ട്. ഷേപ്പ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഒരു ഷേപ്പ് വരയ്ക്കുക. ഇപ്പൊ ഷേപ്പ് ടൂൾ എടുത്തിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഒരു ചതുരം വരച്ചു. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ചതുരത്തിനെ ഇമേജ് ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും സ്ക്രൈബസിലുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇമേജ് ഫ്രെയിം ആണ്. ഇമേജ് ഫ്രെയിം എടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇമേജസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമാണിത്. ഇമേജ് ഫ്രെയിമിലേക്ക് ചിത്രം കൊണ്ടുവരാൻ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നു? ഒരു ഇമേജ് ഫ്രെയിം വരച്ചു. ഇമേജ് ഫ്രെയിം ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കാണാൻ എങ്ങനെ ഉണ്ടാവുക? ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒരു ക്രോസ് മാർക്ക് ഉണ്ട്, ഇങ്ങനെ മാർക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഇമേജ് ഫ്രെയിം ആണ്. ഈ ഒരു ഇമേജ് ഫ്രെയിമിന്റെ അകത്തേക്ക് ചിത്രം കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? കോണ്ടന്റ് ഗെറ്റ് ടെക്സ്റ്റ് ആണോ, കോണ്ടന്റ് ഗെറ്റ് ഇമേജ് ആണോ, ഫയലിൽ ന്യൂ ആണോ, എഡിറ്റിൽ കോപ്പി ആണോ? സിമ്പിൾ. ഇതിനകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ഒക്കെ ചെയ്തിട്ട് അവിടെ കോണ്ടന്റ് എന്നുണ്ടാവും, അതിന് നേരെ ഗെറ്റ് ഇമേജ് എന്നുണ്ടാവും. സോ നമ്മൾ ഗെറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് അവിടെ ഇമേജ് കൊണ്ടുവരാൻ പറ്റുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇമേജ് ഫ്രെയിമുമായി ബന്ധപ്പെട്ടിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. Which option help to fit an image inside the frame? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു ഫ്രെയിം വരച്ചു. ഫ്രെയിമിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചിത്രം കൊണ്ടുവന്നു. ഈ ഒരു ചിത്രത്തിനെ നമുക്ക് ഈ ഒരു ഫ്രെയിമിന് കണക്കായിട്ട് ഫിറ്റ് ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ആണോ, ഷേപ്പിൽ സ്ക്വയർ ആണോ, ഫയലിൽ സേവ് ആസ് ആണോ, എഡിറ്റിൽ ഡിലീറ്റ് ആണോ? സിമ്പിൾ. ആ ഒരു ഇമേജിനെ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിന് കണക്കായിട്ട് ഇമേജ് വന്നോളും. ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. Which option is used to arrange text in multiple column? വാചകങ്ങൾ കോളങ്ങളായി ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഇവിടെ കുറെ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് ഇതിനെ രണ്ട് കോളങ്ങളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ കോളങ്ങളായിട്ട് തിരിക്കാൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യാറുള്ളത്? സിമ്പിൾ ആയിട്ടുള്ളതാണ്. കളേഴ്സ് ആൻഡ് എഫക്ട്, കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ്, ഡ്രോപ്പ് ഷാഡോ, ട്രാൻസ്പെറൻസി. റൈറ്റ് ആൻസർ കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ്. പല രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോളങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അവിടെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പും എത്ര കോളങ്ങളായിട്ട് 1 വേണോ 2 വേണോ 3 വേണോ എന്നൊക്കെ രീതിയിൽ നമുക്ക് കോളങ്ങളായിട്ട് തിരിക്കാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. What does the text overflow icon indicate? ടെക്സ്റ്റ് ഓവർഫ്ലോ ഐക്കൺ എന്ത് സൂചിപ്പിക്കുന്നു? ഈ കാണുന്നതാണ് ടെക്സ്റ്റ് ഓവർഫ്ലോ ഐക്കൺ.
ടെക്സ്റ്റ് ഓവർഫ്ലോ ഐക്കൺ. നമ്മൾ കുറെ ടെക്സ്റ്റ്, നമ്മളൊരു ടെക്സ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ടെക്സ്റ്റ് ഫ്രെയിം ഇതിങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റ് ഫ്രെയിമിന്റെ അകത്ത് ഞാൻ കുറെ ടെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അല്ലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ സൈഡിൽ ഈ രീതിയിലുള്ള ഒരു സിമ്പൽ കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ അധികം അവിടെ കൊള്ളുന്നതിലും അധികം ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റ് ഈസ് കറക്റ്റ്, എക്സ്ട്രാ ടെക്സ്റ്റ് നോട്ട് ഫിറ്റിംഗ് ഇൻ ഫ്രെയിം, ടെക്സ്റ്റ് ഈസ് ഇൻ മലയാളം, ടെക്സ്റ്റ് ഈസ് മിസ്സിംഗ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ്ട്രാ ടെക്സ്റ്റ്, അധികമായിട്ട് കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ട്. അത് ഈ ഒരു ഫ്രെയിമിനകത്ത് ഫിറ്റ് ചെയ്യുന്നതിലും അധികമായിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന ടെക്സ്റ്റുകൾ വേറെ ഒരു ടെക്സ്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അടുത്ത പേജിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. Which option is used to wrap text around an image? ഒരു ചിത്രത്തിന് ചുറ്റും ടെക്സ്റ്റ് ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? സിമ്പിൾ ആണ്. ഒരു ഇമേജ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കുറെ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റുകൾ എന്ത് വേണം, ആ ഇമേജിന്റെ ചുറ്റുമായിട്ട് തന്നെ വരണം. അങ്ങനെയെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം, ഗ്രൂപ്പ്, ലോവർ ടു ബോട്ടം, റൊട്ടേറ്റ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം. ഒരു ചിത്രം മുന്നിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കേണ്ട ഓപ്ഷൻ ഏതാണ്? വിച്ച് ഓപ്ഷൻ ബ്രിങ് ആൻ ഇമേജ് ടു ഫ്രണ്ട്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതിന് ഈ ഒരു സ്ലൈഡ് പഠിച്ചാൽ ഈ രീതിയിലുള്ള ഏത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ 1, 2, 3 ഒബ്ജക്റ്റുകൾ വരച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഒബ്ജക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഈ ഒരു ചതുരം ഉണ്ടല്ലോ, ഈ ഒരു ചതുരത്തിനെ എനിക്ക് തൊട്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് എന്ത് ചെയ്യാം? തൊട്ട് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഐറ്റത്തില് ലെവലില് റേസ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചതുരത്തിന്, ഈ ഒരു റെക്ടാങ്കിളിനെ എനിക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണം. ഇവിടെ എത്ര ഒബ്ജക്റ്റുകൾ ഉണ്ടോ അതിനൊക്കെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റേസ് ടു ടോപ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റേസ് ടു ടോപ്പ് കൊടുക്കുക. തൊട്ട് മുകളിൽ കൊണ്ടുവരാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റേസ് കൊടുക്കുക. അപ്പൊ റേസും റേസ് ടു ടോപ്പ് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ലോവർ ടു ബോട്ടം എന്തായിരിക്കും? ഇവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളിനെ ഈ ഒരു വൃത്തത്തിന്റെ തൊട്ട് ബേക്കിലാക്കണ്ടെങ്കിൽ, ഈ ഒരു വൃത്തത്തിന്റെ ഈ ഒരു സർക്കിളിന്റെ തൊട്ട് ബേക്കിലാക്കണ്ടെങ്കിൽ ഇവിടെ ലോവർ കൊടുത്താൽ മതി. എന്നാല് ഈ ഒരു ട്രയാങ്കിളിനെ ഏറ്റവും ബേക്കിലേക്ക് കൊണ്ടുപോകണ്ടിക്കലോ, അവിടെയുള്ള എല്ലാ ഒബ്ജക്റ്റുകളുടെ ഏറ്റവും ബേക്കിൽ കൊണ്ടുപോകണ്ടെങ്കിൽ ലോവർ ടു ബോട്ടം കൊടുക്കുക. അപ്പൊ ചോദിക്കാറുണ്ട് റേസ് ലോവർ, റേസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം ചോദിക്കും. അപ്പൊ നമ്മളിപ്പം കണ്ടിട്ടില്ല ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ്റെ അകത്ത് ഒരു ചിത്രത്തിന് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലെവലില് റേസ് ടു ടോപ്പ് ആണ്. ലെവലിൽ റേസ് ടു ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇരുവശങ്ങളിലും ഒരേപോലെ വാചകങ്ങൾ ക്രമീകരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? അതായത് ഇവിടെ ഒരു ടെക്സ്റ്റ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, അതിൽ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെ, ഇവിടെ കണ്ടില്ലേ ടെക്സ്റ്റ് നേരെ വരുന്നുണ്ട്, ഇവിടെയും നേരെ വരുന്നുണ്ട്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് മാത്രമായിട്ട് വെക്കാം, അല്ലെങ്കിൽ സെന്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ രണ്ട് സൈഡും നേരെ വരുന്ന വിധത്തിലും സെറ്റ് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ നേരെ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? അലൈൻ ലെഫ്റ്റ് ആണോ? അലൈൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ജസ്റ്റിഫൈ ആണോ, സെന്റർ ആണോ, അലൈൻ റൈറ്റ് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ആണ്. ജസ്റ്റിഫൈ കൊടുത്താലാണ് രണ്ട് ഭാഗത്ത് നമുക്ക് നേരെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? Which of the following are example of specialized desktop publishing DTP software? താഴെ പറയുന്നവയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമായത് ഏതൊക്കെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ക്രൈബസ് ഉണ്ട്, ലിബ്രിയോഫീസ് റൈറ്റർ ഉണ്ട്, അഡോബ് ഇൻഡിസൈൻ ഉണ്ട്, ജിംബ് ഉണ്ട്, ഇങ്ക്സ്കേപ്പ് ഉണ്ട്. സ്ക്രൈബസ് നമ്മൾ പഠിച്ചതാണ്. സ്ക്രൈബസ് ശരിയായുള്ള ഒരു ഉത്തരമാണ്, അതൊരു DTP സോഫ്റ്റ്വെയർ ആണ്. ലിബ്രിയോഫീസ് റൈറ്റർ ഒരു DTP സോഫ്റ്റ്വെയർ അല്ല. അഡോബ് ഇൻഡിസൈൻ എന്ന് പറയുന്നതും ഒരു DTP സോഫ്റ്റ്വെയർ ആണ്. ഒരു DTP സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ജിംബും ഉണ്ട്, ഇങ്ക്സ്കേപ്പും ഉണ്ട്. ജിംബ് റാസ്റ്റർ ഇമേജുകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇങ്ക്സ്കേപ്പ് വെക്ടർ ഇമേജുകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ സ്ക്രൈബസും അഡോബ് ഇൻഡിസൈനുമാണ് ശരിയായ ആൻസർ. ഓക്കെ, which settings are required to create a QR code in Scribus? സ്ക്രൈബസിൽ ഒരു QR കോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏതൊക്കെ? രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുണ്ട്. ഈ ഒരൊറ്റ സ്ലൈഡിലൂടെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഒരു QR കോഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മുടെ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ടൂൾ ബാർ അല്ലെ? ഈ കാണുന്നതാണ് നമ്മുടെ ടൂൾ ബാർ. ആ ടൂൾ ബാറിൽ ഇങ്ങനെ ഒരു ചിഹ്നം ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബാർകോഡിന്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ബാർകോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ ബാർകോഡ് ഫാമിലി, ബാർകോഡ്, കോണ്ടന്റ്സ്, ഓപ്ഷൻസ് ഇത്രയും നമ്മൾ ചൂസ് ചെയ്യാനുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും മാറ്റം വരുത്താനുള്ളത് ബാർകോഡ് ഫാമിലി. ഒരു QR കോഡ് കൊണ്ടുവരണമെങ്കിൽ ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷണൽ സിമ്പിൾസ് ആക്കാം.
ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷണൽ സിമ്പിൾസ് ആക്കാം. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, വലുതാക്കി തരാം. 2 ഡയമെൻഷണൽ സിമ്പിൾസ് ആക്കുക. അതേപോലെ ബാർകോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് QR കോഡ് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. ബാർകോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് QR കോഡ് ചൂസ് ചെയ്യുക. കോണ്ടന്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലേക്ക് എത്തണം, ആ ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോണ്ടന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. google.com എന്നാണെങ്കിൽ ആ ഗൂഗിളിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ സ്കൂൾ വിക്കി ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നേരെ സ്കൂൾ വിക്കി എന്ന് പറയുന്ന സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പോ ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? സ്ക്രൈബസിൽ ഒരു QR കോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏതൊക്കെ? ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷണൽ സിമ്പിൾസ് ആക്കണോ, ബാർകോഡ് ഫാമിലി ലീനിയർ സിമ്പിൾസ് ആക്കണോ, ബാർകോഡ് QR കോഡ് ആക്കി മാറ്റണോ, ബാർകോഡ് എന്ന സ്ഥലത്ത് 1D ബാർകോഡ് ആക്കി മാറ്റണോ, സെലക്ട് ഇമേജ് ഫ്രെയിം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷണൽ സിമ്പിൾസ് ആക്കി കൊടുക്കുക. അതേപോലെ ബാർകോഡ് എന്ന സ്ഥലത്ത് QR കോഡ് ആക്കി കൊടുക്കുക. അത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.